ഇറച്ചി ബ്ലാക്ക് ആണ്, മൊത്തം ഇറച്ചി. അതാണ് കരിങ്കോഴിയുടെ ലക്ഷണം. ഇതിന്റെ ഇറച്ചിയും കറുത്തിരിക്കുമോ? ഇതിന്റെ ഇറച്ചിയും കറുത്തിരിക്കും. അത് വലിയ നിമിഷ്ടം ആസ്മ എന്നുള്ളവർക്കുള്ള ഏറ്റവും നല്ലതാണ്. ഇതിന്റെ മുട്ടയാലും ഇറച്ചിയായി. അത് പേത്തയാ, പേത്തയുടെ കുഞ്ഞുങ്ങളുണ്ട്. പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി കൊണ്ടുതരാം. തെക്കോട്ട് കൊല്ലം വരെ കോഴി കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ കണ്ട് കുഞ്ഞുങ്ങളെ കണ്ട ആരും മേടിക്കാതിരിക്കും. അല്ല നാടൻ, ഇത് നാടൻ കോഴി അല്ലയോ? അത് നാടൻ കോഴി, നാടൻ കോഴി കുഞ്ഞു. മറ്റേ വേറെ ഒറിജിനലായി നാടൻ താറാവിന്റെ ചിറക് ഇത്രയുണ്ട്, ചിറകിന് നീട്ടുണ്ട്. നാടൻ താറാവിന്റെ ഒറിജിനലായ ആന്ധ്ര പിടക്കോഴി കുഞ്ഞുങ്ങളാണ്. ആന്ധ്ര കോഴി. ഇത് അടുത്ത ആന്ധ്ര കോഴി എന്ന് പറയുന്നത് ഒരു പൂവനെയും പടയും കൂടെ പിടിക്കണമല്ലേ. ഇത് പൂവൻ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ ഒരു വീഡിയോ കോഴിക്കുഞ്ഞുങ്ങളെയും താറാനെയൊക്കെ പരിചയപ്പെടുത്തിയായിരുന്നു 5-6 മാസം മുമ്പ്. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്ന് കോഴിയും താറാനെയൊക്കെ മേടിച്ചായിരുന്നു. അങ്ങനെ വീണ്ടും ആ പുള്ളിക്കാരൻ എന്നെ വടിവെച്ചാൽ കണ്ടപ്പോൾ വന്ന് ഇനിയും വന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. എൻ്റെ ജോലി തിരക്കും കാര്യങ്ങളും അറിയാമല്ലോ, പൊടി കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. എന്നാലും ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഇല്ല. ഇപ്പോൾ കുറേ കോഴി വന്നിട്ടുണ്ട്, കോഴിയും താറാവും. ഇവിടെ നമ്മുടെ ചേട്ടനുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്തേ ചേട്ടൻ. വേറെന്തായിരുന്നു? എന്റെ പേര് ശിവന. ചേട്ടൻ സൈറ്റിൽ കൊണ്ടുപോകണം? ഞാൻ സൈറ്റിൽ റോട്ടിൽ കൊണ്ടുപോകണം. എല്ലാ ഏരിയയിലും പോകുന്നുണ്ട്. ഞാനാ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, പത്തുശ്ശേരി, പതിയാങ്കര, നല്ലാണിക്ക, TV8, പട്ടോളി മാർക്കറ്റ്, കനകക്കുന്ന്, തൃക്കുന്നപ്പുഴ, മാവേലിക്കര, കുറത്തിയാട്, ഭരണിക്കാവ്, ഓച്ചിറ, ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ റോട്ടിൽ കൊണ്ടുനടന്ന് വയ്ക്കുന്നുണ്ട്. മറ്റേ പുള്ളിക്കാരൻ ഇവിടെ ഇല്ലല്ലേ? പുള്ളിക്കാരൻ റോഡിൽ പോയിരിക്കുക. ഏതൊക്കെ കോഴിയാണെന്ന് പറഞ്ഞുതരാം. ഇത് നാടൻ കോഴി കുഞ്ഞുങ്ങളുണ്ട്. നാടൻ പിടക്കോഴി കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ കണ്ട് കുഞ്ഞുങ്ങളെ കണ്ട ആരും മേടിക്കാതിരിക്കും. അല്ല നാടൻ, ഇത് നാടൻ കോഴി അല്ലയോ? അത് നാടൻ കോഴി, നാടൻ കോഴി കുഞ്ഞു. മറ്റേ വേറെ ഏതാ? ഗിരിരാജൻ കോഴിക്കുഞ്ഞ്. ഇത് ഗിരിരാജൻ കോഴിക്കുഞ്ഞ്. ഇത് പൂവനും പഴം തിരിച്ചറിയാൻ പറ്റുവാണോ? അത് രണ്ടും പൂവനാണ്. ഇത് രണ്ടും പൂവനാണ്. പൂ നോക്കിയല്ലേ പറയുന്നത്? അതിനെ പൂ നോക്കിയാ പറയുന്നത്. ഇതാണ് ഗിരിരാജൻ കോഴിക്കുഞ്ഞ്. ഇത് തന്നെ നാടൻ കോഴിക്കകത്ത് ഒരു പെടയും ഒരു പൂവനും കൂടെ സാമ്പിൾ കാണിക്കും. ഇത് നാടൻ കോഴി അല്ലേ? അത് നാടൻ കോഴിക്കുഞ്ഞ്. ഇത് പെടയാ, ഇത് പൂവനാണ്. അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളല്ലേ? നല്ല അടിപൊളി നാടൻ കോഴിക്കുഞ്ഞുങ്ങളും താറാവ് എല്ലാ ഐറ്റം ഉണ്ട്. ഇത് താറാവാണെന്ന് കാണിക്കുന്നത്. താറാവുണ്ട്, നാടൻ താറാവുണ്ട്. ഇതേ താറാവ്? അത് പേത്തയാ, പേത്ത താറാവ്. പേത്തയുടെ കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം പേത്ത താറാവ് അല്ലേ? അതെല്ലാം പേത്തയാ. കരിക്കോഴിയാണ്. അത് കരിങ്കോഴി കുഞ്ഞ്. കരിക്കോഴിയാണോ? കരിങ്കോഴിയാ. നല്ല അടിപൊളി പേത്ത താറാവുണ്ട്. ഇതിനെന്താ വില വരുമോ? കരിങ്കോഴി അത് 2 എണ്ണം 350 രൂപ. ഏത് പാത്തത്താറാവ്? പാത്തത്താറാവ് 2 എണ്ണം 350 രൂപ. 2 എണ്ണം 350 രൂപ. അതും പൂവനം പെടയും തിരിച്ചറിയാൻ പറ്റുമോ? അറിയാം. പൂവനെ കാണിച്ചു. ഇതെന്തോ കരിങ്കോഴി? ഇതാ കരിങ്കോഴി കുഞ്ഞെന്ന് പറഞ്ഞ കരിങ്കോഴി കുഞ്ഞെന്ന് പറഞ്ഞ ഒറിജിനൽ കരിങ്കോഴി കുഞ്ഞ്. അതിന്റെ ഇറച്ചി കംപ്ലീറ്റ് കറുത്ത. അതിന്റെ ചിറകിനടി, കണ്ണ്, മൂക്ക്, നാക്ക്, എന്റെ വാ വരെ കറുത്തിരിക്കും. അതാ ഒറിജിനലായ സാധനം എന്ന് പറയുന്നത്. എന്റെ കരിങ്കോഴിയുടെ ഇത് ചിറകുണ്ടോ? ഏത് കച്ചവടക്കാർ വന്നു കഴിഞ്ഞാലും കരിങ്കോഴിയാണെന്ന് പറഞ്ഞ് കളിപ്പിച്ചിട്ട് പോരുത്. നല്ല ഒറിജിനലായ ഇറച്ചി, ബ്ലാക്ക് ആണ്, മൊത്തം ഇറച്ചി. അതാണ് കരിങ്കോഴിയുടെ ലക്ഷണം. ഇതിന്റെ ഇറച്ചിയും കറുത്തിരിക്കുമോ? ഇതിന്റെ ഇറച്ചിയും കറുത്തിരിക്കും. അത് വലിയ നിമിഷ്ടം ആസ്മ എന്നുള്ളവർക്കുള്ള ഏറ്റവും നല്ലതാണ്. ഇതിന്റെ മുട്ടയാലും ഇറച്ചിയായി. ഇത് പാത്തത്താറാവ്. ഇത് പേത്ത. ഇത് പെണ്ണ്, ഇതാണ്. ഇത് പൂവന്റെ ആണെങ്കിൽ തല ഒരു ശകലം വലിപ്പത്തിൽ നിൽക്കും. പെടയുടെ ആണോ തലയുടെ ഇത് കന്നെ. ഇത് കണ്ടോ മേഡം? ഇതിന്റെ തലയ്ക്ക് ഒരു ശകലം വീക്കം. ഇതാ പൂവൻ. ഇതിന് തലയ്ക്ക് കനക്കുറവ്. ഇത് പെടത്താറാവ്. താറാനെ മേടിക്കുന്നു. അടിപൊളി താറാവല്ലേ? ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോ ആരാലും മേടിക്കേണ്ടാത്തവരും മേടിക്കില്ല. അങ്ങനെ അണ്ണന്റെ വീട് എവിടെ ആയിരുന്നു? എന്റെ വീട് ഏവൂർ അമ്പലത്തിന്റെ വടക്കുവശ. അണ്ണ എത്ര ആളുണ്ട് കോഴി കച്ചവടം ചെയ്യുന്നത്? ഞാനാ ഒരു 42 വർഷം കൊണ്ട് ഞാൻ ഈ മേഖല. ഇവരുടെ കൂടെ തന്നെ? അല്ലല്ല, ഞാൻ സ്വന്തമായിട്ട്.
സ്വന്തമായിട്ട് ആ ഇതുപോലെ ഇറക്കി ഇത് എവിടെ കൊണ്ടുവരുന്നത്? ഞാൻ മുട്ട ഫാമിൽ കൊടുത്ത് വിരിപ്പിക്കും. ഫാമിൽ കൊടുത്ത് വിരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ ട്രീറ്റ്മെന്റുകളെല്ലാം നടത്തിയതിന് ശേഷം 2 മാസം കഴിയുമ്പോൾ ഞാൻ റൂട്ടിൽ കൊണ്ടു നടന്ന് വയ്ക്കും. അങ്ങനെ ഫാമുണ്ടോ? ഞാൻ ആ മുട്ട ഫാമിൽ കൊടുക്കുക. എനിക്ക് സ്വന്തമായിട്ട് ഫാമില്ല. ഞാൻ 100-200 കോഴികളൊക്കെ ഓരോ വീട്ടുകളിൽ കൊടുക്കുന്നുണ്ട്. കുറത്തിയാട്, കറ്റാണം, ഭരണിക്കാവ്, കായംകുളം, ഓച്ചിറ, പടനിലമൊക്കെ ഓരോ വീട്ടുകളിൽ മേടിച്ച് ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. ആ കോഴിയുടെ മുട്ട ഇപ്പം ഞാൻ പറയും, സാറ് സാറിന്റെ വീട്ടിൽ എത്ര കോഴി വന്നിട്ടുണ്ട്? 10-20 കോഴി ഉണ്ട്. അതിലെ 10-25 പോവാനാ, ബാക്കിയെല്ലാം തടയാ. മുട്ട ആർക്ക് കൊടുക്കുക? അന്നേരം മുട്ട ഞങ്ങള് ബേക്കറി കടക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഓരോ വീട്ടുകാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. എന്നാലും 2 ആഴ്ചത്തിലെ മുട്ട എനിക്ക് നിൽക്കാൻ പറയും. ഞാൻ ആ മുട്ട പല വീട്ടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഇത് ഞാൻ ഫാമിൽ കൊടുത്ത് വിരിപ്പിച്ച് അതിന് വീട്ടിൽ കൊണ്ടുവരും. 21ാമത്തെ ദിവസം ഇറങ്ങി കഴിയും. 22ാമത്തെ ദിവസം കുഞ്ഞുങ്ങളെ എടുക്കാൻ ചെല്ലണം. എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ മരുന്നും ശുശ്രൂഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം 2 മാസം വരെയായിട്ട് തീറ്റ കൊടുക്കും. സ്റ്റാർട്ടറും അരിയും കൂടെ പുരട്ടി കൊടുക്കും. പിന്നീട് മരുന്നുകളെല്ലാം മെഡിസിനൊക്കെ സമയാസമയങ്ങളിൽ കൊടുക്കും. 2 മാസം കഴിയുമ്പോൾ റൂട്ടിൽ കൊണ്ടുവന്ന് നിൽക്കും. എന്നാലും എനിക്ക് ഓരോ ഓർഡർ ഇങ്ങോട്ട് കിട്ടും. കോഴിയെ കൊണ്ടു തരണേ ശിവൻചേട്ടാ, 10 എണ്ണം എനിക്ക് വേണം, ഇനി 20 എണ്ണം വേറൊരു വീട്ടിൽ വേണം. എന്നാൽ ഞാൻ കൊടുക്കുന്ന സാധനം സക്സസ് ആയതിന്റെ പേരിലാണ് എന്റെ ബിസിനസ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരി, എന്നാ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഓർഡർ ചെയ്ത് എന്റെ നമ്പർ ഓർഡർ ചെയ്തിട്ട് സാധനം കൊടുക്കാം. അങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റും. ഞാൻ കൊണ്ട് കൊടുക്കാം. ദൂരെ ആണെങ്കിലും കൊണ്ട് കൊടുക്കും. ദൂരെ ആണെങ്കിലും കൊണ്ട് കൊടുക്കാം. കൊല്ലം വരെ കൊണ്ട് കൊടുക്കാം. വടക്കോട്ട് ആലപ്പുഴ വരെ കൊണ്ട് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. നമ്പർ കൊടുത്താൽ കൊടുത്തേരെ ഇത് കൊടുക്കണം. ഇല്ല കോഴികൾ കോഴിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഓർഡർ നമ്പർ കൊടുത്തേക്കാം. നമ്പറിൽ വേണ്ടവർ വിളിച്ചാൽ മതി. പുള്ളി കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതെല്ലാം കോഴിയാണ്? ഇത് ഒറിജിനലായ ആന്ധ്ര പിടക്കോഴി കുഞ്ഞുങ്ങളാണ്. ആന്ധ്ര കോഴി. ഇത് അടുത്ത ആന്ധ്ര കോഴി എന്ന് പറയുന്നത് ഒരു പൂവനെയും പടയും കൂടെ പിടിക്കണമല്ലേ. ഇത് പൂവൻ. ഇതുണ്ട് ഈ പിടക്കോഴി കുഞ്ഞ്. വേണ്ട, ഇത് പിടക്കോഴി കുഞ്ഞ്. ഇത് വലതുകൈ പിടക്കോഴി കുഞ്ഞ്, ഇടതുകൈ പൂവൻ കോഴിക്കുഞ്ഞ്. ഇത് ആന്ധ്ര കോഴി. ആന്ധ്ര തമിഴ്നാട്ടിൽ നിന്ന് അവർ കയറ്റിക്കൊണ്ട് വരുന്നതാണ്. നല്ല ഒറിജിനലായ പൂവൻ കോഴിക്കുഞ്ഞായി. എന്നാലും ഇത് വളർന്നു കഴിയുമ്പോൾ ഒരു 5 കിലോ 6 കിലോ ഇതിൽ വരണം. അല്ല, ഓരോ വീട്ടുകാരും നമ്മൾ 10-20 എണ്ണം മേടിക്കുമ്പോൾ 10 എണ്ണം കൊടുക്കുമ്പോൾ 2 പൂവ് മേടിക്കും, 8 പെടയും കൊടുക്കും. എന്റെ മനസാക്ഷി അനുസരിച്ച്. ചില ആൾക്കാർ പറയും, ചേട്ടാ ഞങ്ങൾക്ക് 5 പൂവും വേണം, 5 പെടയും വേണം. ഓണത്തിന് എന്റെ ഹസ്ബൻഡൊക്കെ ഗൾഫിൽ നിന്നും പട്ടാളത്തിൽ നിന്നും ഒക്കെ വരുന്ന, അന്നേരം ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിന് വേണ്ടി 5 പൂവം വേണമെന്ന് പറയും. അങ്ങനെ മേടിച്ച് വളർത്തുന്നവരുണ്ട്. ഇത് ആന്ധ്ര കോഴി അല്ലേ? ഇത് ആന്ധ്ര, കർണാടക, സേലം ഈ ഭാഗത്തുനിന്ന് വരുന്ന കോഴിയാത്. താറാവ് ഏതാണോ? ഇത് നാടൻ താറാവ്. ഇത് നല്ല ഒറിജിനലായി നാടൻ താറാവ്. നാടൻ താറാവിന്റെ ചിറക് ഇത്രയുണ്ട്. ചിറകിന് നീട്ടുണ്ട്. നാടൻ താറാവിന്റെ നീട്ട് ഇതാണ്. ഒറിജിനലായ നാടൻ താറാവ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ നോക്കുമ്പോ അറിയാം നാടൻ താറാവിന്റെ നീളം. മറ്റേ ആന്ധ്ര താറാവ് എന്ന് പറയുമ്പോ അതിന് നീട്ട് കുറവാ. അത് ടൈം തന്നെ. അല്ലാതെ പെടത്താറാവിനെ കാണിച്ച് ഇത് അതിന്റെ പൂവനാണ്. അല്ല, നാടൻ താറാവിന്റെ പൂവനായി. പൂവന് സൗണ്ട് കുറവാണ്. സൗണ്ട് ഇല്ല. പെടത്താറാവ് എന്ന് പറയുന്നത് നമ്മുടെ വെലിക്കാക്കി അലറി കരയുന്ന പോലെ കരയും പെടത്താറാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാമ്പിൾ ഞാൻ പഠിച്ചു. നമ്മൾ ഇങ്ങനെ ഏത് താറാവുകാരൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റി പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പെടത്താറാവ് എന്ന് പറയുമ്പോൾ ഇതുപോലെ അലറി കരയുന്ന പെടത്താറാവ്. പൂവന്റെ കരച്ചിൽ വേണ്ട, ഇതിന് സൗണ്ട് ഇല്ല. ഇങ്ങനെ ആ താറാവിനെ മനസ്സിലാക്കി എടുക്കുന്നത്. ഇതെന്തായാലും ഇത് ജോഡി 700. മുട്ടയിടാറായി. ഇത് 2 മാസം വേണം മുട്ടയാണെങ്കിൽ. 2 മാസം എടുക്കും. 2 മാസം എടുക്കും മുട്ട ആണെങ്കിൽ. ഇപ്പൊ 4 മാസം ആയതേ ഉള്ളൂ. 2 മാസമേ മുട്ടയാകത്തുള്ളൂ. ഇതാണ് നമ്മുടെ പാലക്കാടൻ കോഴി. പാലക്കാടൻ കോഴി. ഇത് പാലക്കാടൻ കോഴി അല്ലേ? പാലക്കാടൻ കോഴി. ഇതിനെന്താ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടാൻ തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഒരു 2-3 വർഷം വരെ തിമിർത്ത മുട്ടയിരിക്കും.
അടയിരിക്കും അത്? അട ഇരിക്കുകയും ചെയ്യും, മുട്ടയിടുകയും ചെയ്യും. കണ്ടിന്യൂസ് മുട്ടയിടുന്ന ഒരു കോഴിയാണ് പാലക്കാടൻ കോഴി എന്ന് പറയുന്നത്. അതിന്റെ കാലിന് ശകലം കിളത്തക്കൂടുതലെന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടകപ്പക്ഷി പോലെ വളരുകയും ചെയ്യും. മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് മുട്ടയും കിട്ടും. ഇതിന്റെ പൂവനില്ല. ഇപ്പൊ ഇത് പിടക്കോഴി മാത്രമേ ഉള്ളൂ. ഇത് കിടക്കോഴി. അന്നേരം താറാനെ വേണമെങ്കിൽ അണ്ണന്റെ നമ്പർ ആ സ്ക്രീനിൽ കൊടുത്തേക്കാണ്. എവിടെ വേണമെങ്കിലും കൊണ്ട് കൊടുക്കുമല്ലോ, വിളിച്ചു കഴിഞ്ഞാൽ കൊണ്ട് കൊടുക്കും. ഉത്തരവാദിത്തം, പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി കൊണ്ടുതരാം. തെക്കോട്ട് കൊല്ലം വരെയുള്ള വഴിയാണ് കൊണ്ടുതരാം. വടക്കോട്ട് ആലപ്പുഴ വരെയുള്ള വഴിയാണ് കൊണ്ടുതരാം. അതിനപ്പുറത്തോട്ട് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ കിലോമീറ്റർ അനുസരിച്ച് പൈസ തരേണ്ടി വരും. എന്തായാലും അഡീഷണൽ തരേണ്ടി വരും. അതേ ആലപ്പുഴയും കൊല്ലം വരെ ആണെങ്കിൽ അഡീഷണൽ പൈസ വേണ്ട. വണ്ടി കൂലി ഇതിനകത്ത് അടങ്ങിക്കോളൂ. താറാവിന് 350 രൂപ വിലയായിരിക്കണം. 350 രൂപ വിലയാണെങ്കിൽ കൊല്ലം വരെ കൊണ്ട് തരാനൊക്കത്തുള്ളൂ. ആലപ്പുഴ വരെ കൊണ്ട് തരാനൊക്കത്തുള്ളൂ. തരുന്ന സാധനത്തിന് ഉത്തരവാദിത്തമുണ്ട്. പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി ഇവിടെ വന്നെടുക്കാം. അണ്ണന്റെ പേര്? എന്റെ പേര് ശിവൻ. അണ്ണന്റെ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. വേണ്ട ആവശ്യക്കാരുണ്ട് എന്നെ വിളിച്ചാൽ മതി. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കായംകുളത്ത് നിന്ന് വടക്കോട്ട് അരിപ്പാട് ആലപ്പുഴയിലോട്ട് വരുന്നിടത്ത് കാഞ്ഞൂർ അമ്പലത്തിന് തെക്ക് വശത്തായിട്ട് റോഡിൽ ഹൈവേയുടെ പടിഞ്ഞാറ സൈഡിലോട്ടാക്കിയത്. ഞാൻ നേരത്തെ ഇവിടെ വീഡിയോ ചെയ്തായിരുന്നു. അങ്ങനെ ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് വന്നായിരുന്നു ഇവിടെ. അങ്ങനെ രണ്ടാമത് തന്നെ വിളിപ്പിച്ചായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇവിടെ ഇല്ലാതെ. എവിടെ പോയമ്മേ? കച്ചവടത്തിന് പോയേക്കോ. ഇന്നലെ വന്നപ്പോഴും കാണാൻ പറ്റിയില്ല. നമ്പർ തരാം. ഞാൻ വരുമ്പോ പറഞ്ഞേക്കണം, ഞാൻ വന്ന് തിരക്ക് വീഡിയോ എടുത്തെന്ന് പറയാം കേട്ടോ. എന്നെ വഴി വെച്ച് കണ്ടപ്പോ പറഞ്ഞാൽ 2-3 കേട്ടോ. എനിക്ക് അന്നേരം സമയം കിട്ടിയില്ല. ഇപ്പോഴാ സമയം കിട്ടി. ഏതായാലും വരുമ്പോ പറഞ്ഞാൽ ഞാൻ ഇനിയും വരാം കേട്ടോ. ഇനിയും പുതിയതായിട്ട് സ്ഥിരം ഇവിടെ വന്നോണ്ടിരിക്കും. ഇനി ഞാൻ എന്റെ നമ്പർ എടുത്തിട്ട് ബായി എന്നെ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും. എന്നിട്ട് എവിടെ വരെ വരണം. ഞാൻ കാഞ്ഞൂർ ഷെഡി വന്നിട്ടുണ്ട്. അന്നേരം എനിക്ക് കോഴിയും താറാവിനെന്ന് കാണണം. ഒരു 2 എണ്ണത്തിന്റെ ഓർഡർ ഉണ്ട്. അത് എവിടെ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതാ പുതുപ്പള്ളാണോ? ഞാനാണെ വണ്ടാനം മുന്നപ്പുറം പുറക്കാട് ആറാട്ട് എന്തല കുട്ടമ്പേര് മാന്നാർ കണ്ണാടി കണ്ണം കൊടുക്ക പാണ്ടി കോഴിമുഖി ചക്കരക്കാട് 22 ശൈവരം ചിത്തിരി ആയിരം ഉപ്പപ്പറ കൈതരി ചന്ദ്രൂര് പറവൂര് തുറവൂര് കവിയൂര് ആലുംപടി ആലുംകടവ് പണിക്കോട് മാവേലിക്ക് ചേർത്തല അങ്കമാലി ചാലക്കുടി തഴവ കുറ്റിപ്പുറം ഏവൂർമുട്ടം പള്ളിപ്പാട് കരുതാപ്പള്ളി ചോറ്റാട്ടിക്ക് തത്താറമ്പല മൊത്തം കറങ്ങുന്ന ആളാണ് ഞാൻ. ആ 10-41 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കച്ചവടക്കാരനാ. കച്ചവടത്തിൽ എന്നെ കുറിച്ച് ഏവൂർ ശിവൻ കോഴി കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അറിയപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ സത്യസന്ധമായി മാത്രം ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ വേണമല്ലോ. എനിക്ക് 3 മക്കള്, 2 ആണും 1 പെണ്ണും. അഭിജിത്ത്, അശ്വൻ, അനശ്വര. വൈഫിന്റെ പേര് സിന്ധു, എന്റെ പേര് ശിവൻ. അവരൊക്കെ എന്ത് ചെയ്യുന്നു? എന്റെ മൂത്ത മോന MBA പഠിക്കുന്നു. രണ്ടാമത്തെ മോന ചെങ്ങന്നൂര് ഗവൺമെന്റ് IT പഠിക്കുന്നു. മോള് ചെറുതാ, ഏറ്റവും ഇളയതാ. അദ്ദേഹം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനശ്വരം മോള്. പിന്നെ വൈഫ് വീട്ടിൽ ജോലി ചെയ്യും, ഹൗസ് മെയ്ഡ് ജോലി. അന്ന് ഇവിടെ അണ്ണനെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇതുപോലെ പറയും. ഓക്കെ, ബൈ പറഞ്ഞു. ഓക്കെ, ബൈ.